In our previous class, we discussed meaning of planning, definition of planning, and features of planning. Now we are going to discuss planning process. What is planning? Planning is the most important function of management, which is concerned with the determination of future course of action, which is entirely related with the future course of action. That's why it is a bridge between future and present. It is the blueprint of organization. It also called a പ്രൈമറി മാനേജ്മെൻറ്റ് ഫങ്ഷൻ. ഇത്രയൊക്കെയാണ് നമ്മൾ പ്ലാനിങ്ങിൻ്റെ മീനിങ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്ലാനിങ് എന്താണ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഹൈമാൻ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ, സിമ്പിളായുള്ള ഡെഫിനിഷൻ ആയിരുന്നു എന്ത്, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. അത് ഹൈമാൻ്റെ ഒരു ചെറിയൊരു ഡെഫിനിഷനാണ് പ്ലാനിങ്ങിന്. ഇനി പറയുന്നത് പ്ലാനിങ് പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ പ്ലാനിങ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. പ്ലാനിങ്ങിൽ ഓരോ സ്റ്റെപ്പുകളുണ്ട്. ആദ്യം ഒരു കാര്യം തീരുമാനിക്കുക, പിന്നെ ഒരു കാര്യം തീരുമാനിക്കുക, അങ്ങനെയാണ് പ്ലാനിങ് ചെയ്യുക. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് പ്ലാനിങ് കംപ്ലീറ്റ് ആക്കുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ സ്റ്റെപ്പായിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്, എന്താണ് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷൻ്റെ എൻഡ് റിസൾട്ടാണ് അല്ലേ. ഓർഗനൈസേഷൻ എന്താണ് ലാസ്റ്റ് അച്ചീവ് ചെയ്യേണ്ടത്, അതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. സോ പ്ലാനിങ്ങിൽ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്ലാനിങ് ആദ്യം തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ആദ്യം എന്ത് ചെയ്യും, ഫസ്റ്റ് മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, അത് ഡിറ്റർമിൻ ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ്റെ സബ് ഒബ്ജക്റ്റീവ്സ്, അതായത് ഡിപ്പാർട്ട്മെൻ്റൽ ഒബ്ജക്റ്റീവ്സ്, സെക്ഷൻ വൈസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കും. സോ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദ എൻഡ് റിസൾട്ട് ടുവാർഡ്സ് വിച്ച് ദ എൻറ്റയർ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ് അല്ലേ, അതാണ് ഒബ്ജക്റ്റീവ്. സോ ഫസ്റ്റ് ഇൻ പ്ലാനിങ് പ്രോസസ് എന്താണ്, ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാനിങ് പ്രെമിസസ്. പ്ലാനിങ് പ്രെമിസസ് എന്ന് വെച്ചാൽ ദീസ് ആർ ദ അസംഷൻസ് എബൌട്ട് ദ ഫ്യൂച്ചർ. നമ്മൾ പറഞ്ഞു പ്ലാനിങ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറും പ്രസൻറ്റും തമ്മിലുള്ളൊരു ബ്രിഡ്ജാണ്. അതായത് പ്രസൻറ്റിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ആ ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത് പ്ലാൻ ചെയ്യും. അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് കുറച്ചൊരു ഐഡിയ വേണം അല്ലേ. ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാവും, ഫ്യൂച്ചറിൽ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു അസംഷൻസിനെയാണ്, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള അസംഷൻസിനെയാണ് പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുന്നത്. പ്രെമിസസ് രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ഇൻറ്റേർണൽ പ്രെമിസ് ഉണ്ടാവാം, അതുപോലെ എക്സ്റ്റേണൽ പ്രെമിസസ് ഉണ്ടാവും. എക്സ്റ്റേണൽ പ്രെമിസസ് എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഈസ് എക്സ്റ്റേണൽ, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കൽ, സോഷ്യൽ, ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, പൊളിറ്റിക്കലായിട്ട് വരുന്ന കാര്യങ്ങൾ, അതുപോലെ സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഓർഗനൈസേഷൻ്റെ പുറത്തുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള കുറേ അസംഷൻസ് എന്ത് വേണം, ഓർഗനൈസേഷന് വേണം. എന്നാൽ മാത്രമേ അവർക്ക് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഇൻറ്റേർണൽ പ്രെമിസസ് എന്ന് പറയുമ്പോൾ എന്താവും, ഓർഗനൈസേഷൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസ് ഫോർകാസ്റ്റ്, അതുപോലെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള എക്സിസ്റ്റിംഗ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ്, ഇങ്ങനെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അസംഷൻസാണ് ഇൻറ്റേർണൽ പ്രെമിസസ് എന്ന് പറയുന്നത്. സോ ഇതുപോലുള്ള പ്രെമിസസുകൾ എന്ത് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രെമിസസ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് കൺസ്ട്രക്ഷൻ ഓഫ് പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് പ്രോസസ്. ദെൻ തേർഡ് സ്റ്റെപ്പിലേക്ക് വരുന്നത് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോസസ്സിങ് ഓഫ് ഇൻഫോർമേഷൻ. എന്താണ്, എന്തൊരു കാര്യം പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ. സോ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് സോഴ്സസിലാണ് ഉണ്ടാവുക. ഈ ഡിഫറെൻറ്റ് സോഴ്സസിലുള്ള ഇൻഫോർമേഷൻസ് ടു ബി കളക്റ്റഡ്, ദെൻ ക്ലാസിഫൈഡ് ആൻഡ് പ്രോസസ്. ഈ ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത്
ദെൻ പ്രോസസ്സ് ചെയ്യുക. ആ ഒരു സ്റ്റെപ്പാണ് തേർഡിൽ വരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, in an organization there will have number of various course of actions are available to achieve a particular objective. So ഇങ്ങനെയുള്ള ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ആൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻസും ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഫിഫ്ത്ത് എന്താണ്, ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്. ഇങ്ങനെ നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ആൾട്ടർനേറ്റീവ്സ് ടു ബി ഇവാലുവേറ്റഡ്. ഇതെല്ലാം അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ സ്ട്രെങ്ത്ത്, അതിൻ്റെ വയബിലിറ്റി, ഫീസിബിലിറ്റി, ഇതെല്ലാം എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെലക്ടിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മളതിൻ്റെ കോസ്റ്റും ഫീസിബിലിറ്റിയും റിസോഴ്സ് അവൈലബിലിറ്റി എല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല കോഴ്സ് ഓഫ് ആക്ഷൻ ഏതാണെന്നുള്ളത്. അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ പ്രിപ്പയർ സബ്സിഡറി plans. After preparing the basic plan, supporting plans have to be prepared. അല്ല, ബേസിക് ആയിട്ടുള്ളൊരു മെയിൻ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ അതിൻ്റെ സബ് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുക. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. ദ പ്ലാൻ ഈസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ആൻഡ് റിസൾട്ട്സ് ആർ ഇവാലുവേറ്റഡ്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാൻ എന്ത് ചെയ്യുക, ഇംപ്ലിമെൻ്റ് ചെയ്യുക. ആ ഓർഗനൈസേഷനിൽ ആ ഒരു പെർട്ടിക്കുലർ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അതിൻ്റെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക. റിസൾട്ടെല്ലാം ചെക്ക് ചെയ്യുക. ദെൻ അസസ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് വീക്കെൻഡ്സ്. ദ സ്ട്രെങ്ത് ആൻഡ് വീക്കെൻഡ്സ് ഓഫ് ദ പ്ലാൻ ഷുഡ് ബി അസസ്ഡ്. കറക്റ്റീവ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ഇഫ് ഇറ്റ് ഈസ് നീഡഡ്. എന്താണ്, നമ്മൾ ഈ ഇംപ്ലിമെൻ്റ് ചെയ്ത പ്ലാൻ കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുക, അസസ് ചെയ്യുക. അങ്ങനെ അസസ് ചെയ്യുമ്പോൾ മേ ബി അതിന് വീക്കെൻഡ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അത് സ്ട്രെങ്തൺ ആയിട്ടുള്ളൊരു പ്ലാൻ തന്നെയാവാം. അങ്ങനെ എന്തെങ്കിലും വീക്കെൻഡ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക. ഇത്രയാണ് പ്ലാനിങ് പ്രോസസ്സിൽ വരുന്നത്. സിമ്പിളാണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ് ഡിറ്റർമിൻ ചെയ്യുക. ദെൻ കൺസ്ട്രക്റ്റിംഗ് ദ പ്ലാനിങ് premises, then collecting, classification and processing of information, then identification of alternative course of action, then evaluation of alternative, selecting the best course of action, then preparation of subsidiary plans, then implementation and follow up, and last assessment of strength and weakness of the plan. ഇത്രയാണ് പ്ലാനിങ് പ്രോസസ്സ്. പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലാനിങ്. നെക്സ്റ്റ്, business objectives. Business objectives is one of the elements of planning. പ്ലാനിങ്ങിൻ്റെ ഒരു എലമെൻ്റ് ആണെന്ത്, ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. വി ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ്. എന്ത്, പ്ലാനിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് അല്ല, മെയിൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, സബ്സിഡറി ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, സബ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് മെയിനായിട്ട് പ്ലാനിങ് പ്രോസസ്സിൽ വരുന്നത്. സോ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് പ്ലാനിങ്. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ, ദ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് ബിഗിൻസ് വിത്ത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ദിസ് ഈസ് ദ എൻഡ് പോയിന്റ് at which organizational objectives are directed. Organizational objectives നല്ല കേട്ടോ, organizational activities are directed എന്നാണ്. Then according to Terry, a managerial objective is the intended goal which prescribes definite scope and suggests direction to efforts of manager. സിമ്പിളായിട്ട് ബിസിനസ് ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ എൻഡ് റിസൾട്ടാണ്. അറ്റ് വിച്ച് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ്. അല്ലേ, ബിസിനസ്സിന് ഒബ്ജക്റ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് തന്നെ ഇല്ലല്ലേ. ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ദേ ഹാവ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. സോ അതാണ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിന് എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഉണ്ടാവുക. അതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻ നേച്ചർ. മൾട്ടിപ്പിൾ ഇൻ നേച്ചർ എന്ന് വെച്ചാൽ എ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് റിക്വയർഡ് ടു ഡിറ്റർമിൻ എ നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ്സ് ടു അച്ചീവ് ഓവറാൾ ഒബ്ജക്റ്റീവ്സ്. ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ ഒരു മെയിൻ ഒബ്ജക്റ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സിഡറി ഒബ്ജക്റ്റീവ്, സെക്ഷൻ വൈസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. എന്നാൽ മാത്രമേ ആ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഒബ്ജക്റ്റീവിൻ്റെ നേച്ചർ എന്താണ്, മൾട്ടിപ്പിൾ നേച്ചറാണ്. ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ടാവും. ദെൻ ഒബ്ജക്റ്റീവ്സ് ഹാവ് ഹൈറാർക്കി. ഹൈറാർക്കി എന്ന് വെച്ചാൽ ആദ്യം ടോപ്പ് ലെവലിൽ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യും. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ത് ചെയ്യും, ഡിപ്പാർട്ട്മെൻറ്റൽ വൈസ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യും. ദെൻ താഴെയുള്ള സെക്ഷൻസിലുള്ളവർ
ചെറിയ ചെറിയ ഒബ്ജക്റ്റീവ്സ് അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകൾ അവർ സെറ്റ് ചെയ്യും. ഈ ഒബ്ജക്റ്റീവ്സൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? മെയിൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ടോപ്പ് ആൻഡ് എൻഡ്സ് അറ്റ് ദ ബോട്ടം ലെവൽ അല്ലേ. ടോപ്പിൽ നിന്നാണ് ഒബ്ജക്റ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദെൻ അത് എൻഡ് ചെയ്യുന്നത് ലോവർ ലെവലിലാണ്. സോ അതിനെന്തുണ്ട്? ഒബ്ജക്റ്റീവ്സ് ഹാവ് ഹൈറാർക്കി. അതാണ് സെക്കൻഡ് ഫീച്ചർ. ദെൻ തേർഡ് ഫീച്ചർ ഈസ് ഒബ്ജക്റ്റീവ്സ് ഫോം എ നെറ്റ്വർക്ക്, which means objectives are interdependent and mutually supportive, so they may be realized simultaneously. അതായത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് കുറേ മൾട്ടിപ്പിൾ നേച്ചറിലാണ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ മൾട്ടിപ്പിൾ നേച്ചറിലുള്ള ഒബ്ജക്റ്റീവ്സുകൾ എന്ന് പറയുമ്പോൾ കുറേ ഒബ്ജക്റ്റീവ്സ് ഓർഗനൈസേഷനകത്ത് കാണും. സോ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ദേ ആർ ഇൻ്റർഡിപ്പെൻഡൻറ്റ്. ഓരോ ഒബ്ജക്റ്റീവ്സ് പരസ്പരം ഡിപ്പെൻഡഡ് ആണല്ലേ. ആൻഡ് മ്യൂച്വലി സപ്പോർട്ടീവ്. സോ അവിടെ എന്തുണ്ട്? ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് തമ്മിൽ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് തേർഡ് ഫീച്ചറായിട്ട് വരുന്നത്. ദെൻ ഫോർത്ത് ഫീച്ചർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് മേ ബി ലോങ് റേഞ്ച് ഓർ ഷോർട്ട് റേഞ്ച്. ലോങ് റേഞ്ച് എന്ന് പറയുന്നത് കുറേ കാലത്തേക്കുള്ളൊരു ഒബ്ജക്റ്റീവ്. ഷോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് പെട്ടെന്നുള്ളൊരു ഒബ്ജക്റ്റീവ്സ്, ഒരു വിത്തിൻ മന്ത്സ് അല്ലെങ്കിൽ വിത്തിൻ വീക്സിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, വിത്തിൻ മന്ത്സിൽ അല്ലെങ്കിൽ ഒരു ഡേയിലുള്ള ഒബ്ജക്റ്റീവ്സ് വരെ ഓർഗനൈസേഷൻ്റെ അകത്ത് ഉണ്ടാവും. അതുപോലെ ലോങ് റേഞ്ചിലേക്കുള്ള ഒബ്ജക്റ്റീവ്സുകളും കാണും. ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ എന്ത് പറയും? അവരുടെ സർവൈവൽ ആൻഡ് ഗ്രോത്ത്, ഗുഡ് വിൽ, ഇതെല്ലാം എന്താണ്? ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്സ് ആണ്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് എന്ത്? അവരുടെ ഗ്രോത്ത്, ഇത്രയാണ് അവരുടെ ഗ്രോത്ത്, അല്ലെങ്കിൽ ഇത്രയും വർഷത്തേക്ക് സർവൈവൽ ചെയ്യണം അവരുടെ ബിസിനസ് എന്നുള്ളത് അവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ആകും. അതെന്താണ്? ഒരു ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവാണ്, കുറേ വർഷത്തേക്കുള്ളൊരു ഒബ്ജക്റ്റീവാണ്. ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച്, മേ ബി അതൊരു വീക്കാവാം, അല്ലെങ്കിൽ ഒരു മന്ത് ആവാം, ഇങ്ങനെയുള്ള ഒരു പീരിയഡിലേക്ക് വെക്കുന്ന ഒരു ഒബ്ജക്റ്റീവാണ് ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്. ഫോർ എക്സാമ്പിൾ മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ്, പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, എക്സെട്ര. ദീസ് ആർ ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്സ്. ദെൻ ഒബ്ജക്റ്റീവ്സ് മേ ബി ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിൾ എന്ന് പറയുന്നതും ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഓർഗനൈസേഷൻ്റെ അകത്ത് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ മാനേജേഴ്സ് പെർഫോമൻസ്, ഇൻക്രീസിങ് ദ മൊറാലിറ്റി ഓഫ് വർക്കേഴ്സ്, ഇൻക്രീസിങ് ദ പെർഫോമൻസ് ലെവൽ ഓഫ് മാനേജേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകളാണ്. കാരണം നമുക്ക് ടച്ച് ചെയ്യാനൊന്നും പറ്റുന്നതല്ല. അതേസമയം ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ, ഇൻക്രീസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ടാഞ്ചിബിൾ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രൊഡക്ടിവിറ്റി എത്രയാണെന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ ഇല്ലയോ നമ്മളെങ്ങനെയാണ് അതിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത് നോക്കിയിട്ടാണ് അതെന്ത് ചെയ്യാൻ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? ടാഞ്ചിബിൾ ഒബ്ജക്റ്റീവ്സ് എന്നും അല്ലാത്തതിന് ഇൻടാഞ്ചിബിൾ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് വർക്കേഴ്സ് മൊറാലിറ്റി അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുക? അതൊക്കെ ക്വാളിറ്റേറ്റീവ് നേച്ചറിൽ വരുന്ന കാര്യങ്ങളാണ്. സോ അതെല്ലാം എന്താണ്? ഇൻടാഞ്ചിബിൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. സോ അതാണ് നെക്സ്റ്റ് ഫീച്ചർ. ദെൻ ഒബ്ജക്റ്റീവ്സ് ഹാവ് പ്രയോറിറ്റി. എന്ന് വെച്ചാൽ പ്രയോറിറ്റി എന്ന് വെച്ചാൽ മുൻഗണന. അതായത് ഓരോ ഒബ്ജക്റ്റീവ്സിനും മുൻഗണന ഉണ്ടായിരിക്കും, പ്രയോറിറ്റി ഉണ്ടായിരിക്കും. ആദ്യം ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക, പിന്നെ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക, ഇങ്ങനെയുള്ളൊരു പ്രയോറിറ്റി എന്തുണ്ടാവും? ഒബ്ജക്റ്റീവ്സിന് ഉണ്ടാവും. ഒരേ സമയം മേ ബി എല്ലാ ഒബ്ജക്റ്റീവ്സും അറ്റ് എ ടൈമിൽ അച്ചീവ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഒരു സമയത്ത് ഒരു ഒബ്ജക്റ്റീവ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പാർട്ടായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്, ഇങ്ങനെയായിരിക്കും അതിൻ്റെ ആ ഒരു നേച്ചർ, അതിൻ്റെ ഒരു പ്രയോറിറ്റി വരുന്നത്. സോ ഒബ്ജക്റ്റീവ്സ് ഹാവ് പ്രയോറിറ്റി. They are accomplished according to the priority. Then objectives are verifiable. Verifiable means objectives are expressed in numerical terms so that it may be verifiable. Verifiable objectives provide standards against which to measure actual performance. Verifiable എന്ന് പറയുന്നത് objectives are mainly എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്, അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഒബ്ജക്റ്റീവ്സിന് എന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താണ്? ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസ് തമ്മിൽ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. ഒബ്ജക്റ്റീവ്സ് പ്രോപ്പറായിട്ട് അച്ചീവ് ചെയ്തോ, എന്തെങ്കിലും കറക്ഷൻസ് നീഡഡ് ആണ്, അതായത് കൺട്രോളിങ്
will be more easy if it is expressed in numerical terms, if it can be verifiable. So objectives should be verifiable. അതിൻ്റെ നേച്ചർ എപ്പോഴും അങ്ങനെയാവുന്നതാണ് ബെറ്റർ. സോ അതാണ് നെക്സ്റ്റ് ഫീച്ചർ. ഒബ്ജക്റ്റീവ്സ് ആർ വെരിഫയബിൾ. ദെൻ ചാൻസ് ഓഫ് ക്ലാഷ് ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ്സ്. ദർ വിൽ ബി എ ചാൻസ് ഓഫ് ക്ലാഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ പറഞ്ഞതാണ് ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ, ഇറ്റ് വിൽ ബി മൾട്ടിപ്പിൾ ഇൻ നേച്ചർ. അല്ല, ഓർഗനൈസേഷൻ വിൽ ഹാവ് നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ്സ്. സോ ദർ വിൽ ബി എ ചാൻസ് ബിറ്റ്വീൻ these objectives. In the chance, there will be a chance of clash between these objectives. This creates a clash of between objectives of various departments. കാരണം എന്താ, ഈച്ച് മെയിൻ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ദെൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ട്രൈസ് ടു അറ്റൈൻ ദെയർ ഒബ്ജക്റ്റീവ്സ്. അതിൻ്റെ അപ്പം എന്താണ്, അവിടെ മെയിൻ ഒബ്ജക്റ്റീവ് മേ ബി അവരെന്ത് ചെയ്യില്ല, ഫോക്കസ് ചെയ്യാതെ പോകും. സോ ഇങ്ങനെയുള്ള ക്ലാഷസും ഒബ്ജക്റ്റീവ്സ് തമ്മിലുള്ള ക്ലാഷസും ഒക്കെ എന്ത് ചെയ്യാം, ഓർഗനൈസേഷനിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെയാണ് ബിസിനസ് ഒബ്ജക്റ്റീവ്സിൻ്റെ നേച്ചറായിട്ട് വരുന്നത്. എന്തെല്ലാം, ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻ നേച്ചർ. ഒബ്ജക്റ്റീവ്സ് ഹാവ് ഹൈറാർക്കി. ഒബ്ജക്റ്റീവ്സ് forms a network. Objectives may be long range or short range. Objectives may be tangible or not. Objectives have priority. Objectives are verifiable. There is a chance of clash between objectives. Next വരുന്നത് advantages or merits of objectives. If an organization have objectives, there will be a number of advantages to them. ഒരു ഒബ്ജക്റ്റീവിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഹെൽപ്സ് ഫോർ പ്ലാനിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ഡെഫിനിഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് എൻകറേജസ് യൂണിഫൈഡ് പ്ലാനിങ്. ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ്സ് ആർ പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓവറാൾ ഒബ്ജക്റ്റീവ്സ്. സോ ഇറ്റ് contributed to a unified planning. യൂണിഫൈഡ് പ്ലാനിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റീവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഹെൽപ്സ് ഫോർ ഡീസെൻട്രലൈസേഷൻ. Objectives form the basis of decentralization of authority at different levels of management. We already discussed what is decentralization and centralization. So objectives helps for decentralization of authority at different levels in the organization. Then it motivates the employees. They motivate the employees. Objectives specify the purpose of each job and fit the individual purpose or goals into the overall company goal. By making the job meaningful and worthwhile, it motivates the individual in the organization, which means എംപ്ലോയീസിനെ അത് മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ എംപ്ലോയീസും എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റ്ലി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ എംപ്ലോയീസിനും അവരുടെ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, അവരുടെ അതോറിറ്റി കൊടുക്കുന്നത്, അവരുടെ ഡ്യൂട്ടീസ് എല്ലാം അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ എംപ്ലോയീസ് എന്താണ്, അവർക്കറിയാം അവരെന്ത് ചെയ്യണം എന്നുള്ളത്. സോ ദിയർ ജോബ് വിൽ ബി മോർ മീനിങ് ഫുൾ ആൻഡ് വർത്ത് വെൽ. ദാറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദെയർ performance level. That motivates the employees. So objectives എന്ത് ചെയ്യുന്നുണ്ട്, they motivates the employees. Then വേറൊരു അഡ്വാൻറ്റേജ് ആണ് helps to achieve coordination. It facilitates the coordination of works, efforts and resources of the organization. Objective എന്ത് ചെയ്യുന്നുണ്ട്, objectives helps to coordinate works, effort and other activities in the organization, and also they coordinate the resources available in the organization. നെക്സ്റ്റ് ഒരു മെറിറ്റ് ആയിട്ട് പറയുന്നത് ഹെൽപ്സ് ഫോർ കൺട്രോളിങ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ്സ് നല്ലത്. അങ്ങനെയാകുമ്പോൾ ദാറ്റ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ് വൺ. സ്റ്റാൻഡേർഡും ആക്ച്വലും കമ്പയർ ചെയ്യാം, ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. സോ ഒബ്ജക്റ്റീവ്സ് മെയിൻലി ഹെൽപ്സ് ഫോർ കൺട്രോളിങ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഫോർ ബെറ്റർ management. They facilitates better management of the enterprises by providing the basis for leading, guiding, directing and controlling the activities of people of various departments. Organization better management in എന്ത് ചെയ്യുന്നുണ്ട്, objective help ചെയ്യുന്നുണ്ട്. So these are the advantages of objectives. First one, helps for planning. Second, helps for decentralization. Then objectives helps to achieve coordination. Then it motivates employees in the organization, helps for controlling. Objectives helps for better management. Then steps of setting objectives.
നമ്മൾ പറഞ്ഞു പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഡിറ്റർമിനേഷൻ ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടു ബി ഫോളോഡ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. എന്താണ്, അറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദ ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി classified into major and supporting, then long range and short range. എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ദെൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ലോങ് റേഞ്ചിലേക്കുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, ഷോർട്ട് റേഞ്ചിലേക്കുള്ള ഒബ്ജക്റ്റീവ്സുകൾ ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എത്രയാണ്, ഏതൊക്കെയാണ്, സപ്പോർട്ടിങ് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്, ലോങ് റേഞ്ചിലേക്കുള്ള ഒബ്ജക്റ്റീവ്സ് എത്ര എണ്ണമാണ്, അത് ഏതൊക്കെയാണ്, ഷോർട്ട് റേഞ്ചിലേക്ക് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ ഡിറ്റർമിൻ ചെയ്ത് വെക്കുക. ഇങ്ങനെ ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സിന് അവർക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിൻ ചെയ്യാം. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, they have to classify the objectives, whether it is main objectives, supporting objectives, long range objectives, short range objectives. Objectives should be broken down into departmental section and individual objectives. അതുപോലെ തന്നെ എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റൽ വൈസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, ഇൻഡിവിജ്വൽ വൈസ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. സോ ക്ലാസിഫൈങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. ദെൻ ഏരിയാസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഏരിയാസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി ഡിറ്റർമിൻഡ് ഇൻ എവറി ഏരിയാസ് ഇൻ ദ ഓർഗനൈസേഷൻ്റെ അകത്തെ എല്ലാ ഏരിയയിലും എന്ത് ചെയ്യണം, ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യണം. തേർഡ് സ്റ്റെപ്പ് റിയലിസ്റ്റിക് ഒബ്ജക്റ്റീവ്സ്. Objectives should be set in realistic terms rather than in idealistic term. Realistic term എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാതിരിക്കുക. ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി റിയലിസ്റ്റിക്. ദെൻ കൺസിഡറേഷൻ ഓഫ് past performance. While setting the objectives, the past performance of the organizations should be considered. എന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബെറ്റർ ആയിട്ടുള്ള ന്യൂ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ദെൻ ക്ലാരിറ്റി. ദ ഒബ്ജക്റ്റീവ്സ് മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ ക്ലിയർ കട്ട് ടേംസ്. ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം അത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്, എക്സ്പ്രസിങ് ദ ഒബ്ജക്റ്റീവ്സ് ഇൻ ക്ലിയർ കട്ട് ടേംസ്. നെക്സ്റ്റ് ബാലൻസ് ഓഫ് ഷോർട്ട് റേഞ്ച് ആൻഡ് ലോങ് റേഞ്ച് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ലോങ് റേഞ്ച് ആൻഡ് ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു. സോ ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ലോങ് റേഞ്ച് ആൻഡ് ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ്സ്. അതർവൈസ് ഇറ്റ് will leads to clash between objectives. ലോങ് റേഞ്ചിലേക്കുള്ള ഒബ്ജക്റ്റീവ്സും ഷോർട്ട് റേഞ്ചിലേക്കുള്ള ഒബ്ജക്റ്റീവ്സും തമ്മിൽ എന്തുണ്ടാവണം, ഒരു പ്രോപ്പർ ബാലൻസ് ഉണ്ടാവണം. If proper balance is not maintained, it is very difficult to attain long-term objectives of the organization. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എപ്പോഴും ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. സോ അത് തമ്മിലൊരു ബാലൻസ് ഇല്ലെങ്കിൽ it will be very difficult to attain long range objectives. So there should be a balance between short range and long range objectives. Next step എന്ന് പറയുന്നത് quantification of objectives. Means the objectives should be quantified in order to become it is meaningful, which means objectives should be expressed in numerical terms. Okay, numerical terms it should be verifiable. Verify ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഒബ്ജക്റ്റീവ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ മേക്സ് ദ ഒബ്ജക്റ്റീവ്സ് മോർ മീനിങ്ഫുൾ. ദെൻ ഡൈനാമിക്. The objectives should be dynamic in nature. Objectives should be changeable according to changing time and situations. Future is uncertain, so changes will be necessary. So at that time changes make ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സുകളായിരിക്കണം. The objectives should be dynamic and flexible. Objective should be dynamic and flexible. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. സോ സ്റ്റെപ്സ് ഓഫ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സിൽ ഫസ്റ്റ് എന്താണ്, ക്ലാസിഫൈങ് ദ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ. ദെൻ
areas of objectives, determine objectives in different areas of organization. Then realistic objectives should be expressed in realistic terms rather than unrealistic terms. Then consideration of past performance. While setting the objectives, the past performance of the organization should be considered to make the objectives more meaningful. Then clarity. The objectives should be expressed in clear cut terms. There should be clarity, or there should be clarity of objectives. Then there should be a balance of short range and long range objectives, otherwise long range objectives cannot be attained. Then quantification of objectives should be quantified, it should be expressed in numerical terms. Then dynamics, objectives should be dynamic and flexible nature. Objectives can be changeable according to changing time and situations. These are the steps included in setting objectives. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലാനിങ് പ്രോസസ്സ്, പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ്. ദെൻ വാട്ട് ഈസ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, ദെൻ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, ദെൻ അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് ഓഫ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, ദെൻ the steps included in setting the objectives. Okay, thank you.